ശങ്കരാഭരണ ഗംഗാതരംഗ സംഗീതം തുംഗഹിമാചല ഗഗനത ചൂഴും സന്ദേശം ശങ്കരാഭരണ ഗംഗാതരംഗ സംഗീതം. രാഗം ശങ്കരാഭരണം 1984 MB ശ്രീനിവാസ് സംഗീത സംവിധാനം ചെയ്ത കാവാലം നാരായണ പണിക്കർ എഴുതിയ തരംഗിണിയിലെ ഒരു ആൽബം ഭാവഗീതം എന്ന് പറഞ്ഞ ആ ആൽബത്തിലെ ഒരു പാട്ടാണിത്. ശങ്കരാഭരണം രാഗത്തിലാണ് ഈ പാട്ട്. ഹിന്ദുസ്ഥാനിയിൽ ബിലാവൽ എന്ന് പറയും. ബിലാവൽ എന്ന് പറഞ്ഞ രാഗത്തിൽ യേശുദാസ് തന്നെ പാടി രവീന്ദ്ര ജെയിൻ സംഗീത സംവിധാനം ചെയ്ത താൻസൻ എന്ന് പറഞ്ഞ ഒരു ചിത്രം. താൻസൻ ചിത്രം ഇറങ്ങിയില്ല. താൻസൻ എന്ന് പറഞ്ഞ വേറൊരു ചിത്രം ഇറങ്ങിയിട്ടുണ്ട്. പക്ഷേ ഇതല്ല. അത് രവീന്ദ്ര ജെയിൻ സംഗീത സംവിധാനം ചെയ്ത യേശുദാസ് പാടിയ ഷഡജനെ പായ എന്നൊരു പാട്ടുണ്ട്. ആ പാട്ടിൽ ബിലാവലിനെ പറ്റി വളരെ വ്യക്തമായിട്ട് വിശദീകരിക്കുന്ന ഒരു ഏരിയ ഉണ്ട്. സാസേ നീ തക്ക് ശുദ്ധ സ്വരോ മേ ഹോതാ രാഗ ബിലാവൽ ഗമരി ഗപാ നിധ നിസ ഗരി സ നിസ ധ നിസ നിധ പ മ ഗമരി ഗമ പ ഗമരി സാ സേ നീ തക്ക് ശുദ്ധ സ്വരോ മേ ഹോതാ രാഗ ബിലാവൽ. അതിൽ ഗമരി ഗപ നിധ നിസ ഗരി സ നിസ ധ നിസ നിധ പ മ ഗമരി ഗമ പ ഗമരി സരി ഗമ പ ധ നിസ. അപ്പോൾ ശങ്കരാഭരണത്തിൻ്റെ ഏകദേശം നല്ല ശങ്കരാഭരണത്തിൻ്റെ ഛായ മൊത്തമായിട്ട് കിട്ടിയിട്ടുള്ളൊരു രാഗമാണ്. ബിലാവലിലെ കുറച്ച് ഹിന്ദി പാട്ടുകളുണ്ടല്ലോ. ഇനി നമുക്ക് ശങ്കരാഭരണം എന്ന് പറഞ്ഞ രാഗത്തിലേക്ക് വരാം. കർണാടക സംഗീതത്തിൽ എന്നും എപ്പോഴും നമുക്ക് ഒഴിച്ചുകൂടാൻ പറ്റാത്ത ഒരു രാഗമാണ് ശങ്കരാഭരണം. അതിൻ്റെ ഡീറ്റെയിൽഡ് ആയിട്ടുള്ള കാര്യത്തിലേക്ക് പോകുന്നതിന് മുൻപ് നമുക്ക് അതിലൊരു സിനിമാ പാട്ട് കേട്ടാലോ. ചിത്രം ശങ്കരാഭരണം, പാടിയത് SPB, KV മഹാദേവൻ്റെ സംഗീതം. പാട്ട് കേൾക്കാം. ശങ്കരഗള നികളമോ ശ്രീഹരിപദ കമലമോ. ഓർമ്മ ഉണ്ടാവില്ലേ പാട്ട്? ഓംകാരനാദാനുസന്ധാനമൗഗാനമേ ശങ്കരാഭരണം. അതാണ് നമ്മുടെ മനസ്സിലേക്ക് പെട്ടെന്ന് ഓർമ്മ വരുന്ന ഒരു ശങ്കരാഭരണം രാഗത്തിലുള്ള. പിന്നെ നമുക്ക് രഘുവംശപദേ പരിപാലയമാം രഘുവംശപദേ. ഇതിനേക്കാളുപരി ശങ്കരാഭരണ രാഗത്തിൻ്റെ ഒരു പ്രത്യേകത എന്ന് വെച്ചാൽ ഏറ്റവും കുട്ടികൾക്കും പാടാൻ പറ്റും, വലിയ ആളുകൾക്കും പാടാൻ പറ്റും. കുട്ടികൾക്ക് പാടാൻ പറ്റുന്നത് എങ്ങനെയാണ്? മുത്തുസ്വാമി ദീക്ഷിതർ കുട്ടികൾക്ക് വേണ്ടിയിട്ട് നോട്ടു സ്വരങ്ങൾ എന്ന് പറഞ്ഞിട്ട് ഒരു വിഭാഗത്തെ, അതായത് വെസ്റ്റേൺ മ്യൂസിക്കും ശങ്കരാഭരണമായിട്ടുള്ള കണക്ഷൻ നിങ്ങൾക്ക് ഏകദേശം അറിയാൻ പറ്റുന്നതാണ്. ഈ വെസ്റ്റേൺ നോട്ട്സിനെ കർണാടക സംഗീതത്തിൻ്റെ സ്വരങ്ങളിലേക്ക് മാറ്റിയിട്ട് നോട്ടു സ്വരങ്ങൾ എന്ന് പറഞ്ഞിട്ട് ദീക്ഷിതർ ഒരു കുറച്ച് കൃതികൾ ചെയ്തിട്ടുണ്ട്. അതിലിപ്പം ഗ ഗ ഗ മ ഗ രി സ രി സ നി സ രി നി സ രി ഗ സ ഗ ഗ ഗ മ ഗ രി സ രി ഗ മ ഗ രി ഗ സ പ സ നി സ രി നി പ സ ഗ രേ ശക്തി സഹിത ഗണപതിം ശങ്കരാതി പൂജിതം വിരക്ത സകല മുനിവര സുരരാജ വിനുത ഗുരുഗുഹം. ഇങ്ങനെ തുടങ്ങി കുറച്ച് കൃതികൾ ചെയ്തിട്ടുണ്ട്. അപ്പോൾ അത് കുട്ടികൾക്ക് ഒരു നഴ്സറി റൈം പോലെ പാടാൻ പറ്റും. രാഗം ശങ്കരാഭരണമാണ്. പക്ഷേ അതിന് നമ്മൾ അങ്ങേ തലയ്ക്ക് പോവുകയാണെങ്കിൽ ഇപ്പോൾ നമ്മൾ പറഞ്ഞ ഇതുണ്ടല്ലോ, നിരുപമലാവണ്യ വാരിതേ
ജയമാരുതി പരിസേവിത രാമ. വളരെ ഫ്ലെക്സിബിളായിട്ടുള്ള ഒരു രാഗസഞ്ചാരമുണ്ട് ശങ്കരാഭരണത്തിന്. അതാണ് ശങ്കരാഭരണത്തിൻ്റെ പ്രത്യേകത. ശങ്കരാഭരണത്തിൽ പെപ്പി നമ്പർ ഉണ്ടാക്കാൻ പറ്റും. ശങ്കരാഭരണത്തിൽ ഏറ്റവും ഹെവി ആയിട്ടുള്ള പാട്ടുകൾ ഉണ്ടാക്കാൻ പറ്റും. കുറച്ച് പാട്ടുകൾ നമുക്ക് തമിഴിലെ കുറച്ച് പാട്ടുകൾ നമുക്ക് കാണാം. ரோஜா மலரே ராஜகுமாரி ஆசை கிளியே அழகிய ராணி அதோ அந்த பறவை போல வாழ வேண்டும். குழலூதும் கண்ணனுக்கு குயில் பாடும் பாட்டு கேட்குதா? நேற்று இல்லாத மாற்றம் என்னது? நலமறியாவல். ദേവരായ മാഷ് 1965 കാട്ടുപൂക്കൾ എന്ന് പറഞ്ഞ സിനിമയിലാണ് ആദ്യമായിട്ട് ശങ്കരാഭരണ രാഗത്തിലൊരു പാട്ട് ചെയ്തത്. മാണിക്യ വീണയുമായൻ മനസ്സിൻ്റെ താമരപ്പൂവിലുണർന്നവളെ പാടുകില്ലേ വീണമീട്ടുകില്ലേ. 1970 സ്വർഗത്തേക്കാൾ സുന്ദരമാണി സ്വപ്നം വിളയും ഗ്രാമം. ദത്തുപുത്രൻ എന്ന് പറഞ്ഞ സിനിമയിലാണ്. 1972 നവമി മഹാനവമി നാദനർമ്മദ നദിക്കരയിൽ പ്രണയകലാവല്ലഭ വല്ലഭ. തേനരുവി എന്ന് പറഞ്ഞ സിനിമയിലെ പാട്ടാണ്. 74 തുമ്പോലാർച്ച. അരയന്ന കിളിച്ചുണ്ടൻ തോണി അമ്മാനം, അങ്ങനെ ഒരു പാട്ട് ചെയ്തിട്ടുണ്ട്. 1977 മിനിമോൾ. കേരളം കേരളം കേളികൊട്ടുണരുന്ന കേരളം. 1978 അണിയറ. അനഘ സങ്കൽപ്പ ഗായികേ മാനസ അങ്ങനെ പാട്ട് ചെയ്തിട്ടുണ്ട്. 78 പല്ലവ കോമള പാണിതളം. പിന്നെ 1980 ശാലിനി എൻ്റെ കൂട്ടുകാരിൽ. ഇതെല്ലാവരും ഇഷ്ടപ്പെടുന്നൊരു പാട്ടാണത്. ഹിമശൈല സൈകത ഭൂമിയിലിന്നു നീ പ്രണയപ്രവാഹമായി വന്നു. ഫേമസ് ആയിട്ടൊരു പാട്ട് ദക്ഷിണാമൂർത്തി സ്വാമി ചെയ്തിട്ടുണ്ട് 1972 നൃത്തശാല എന്ന് പറഞ്ഞ സിനിമയിൽ. പൊൻവേയിൽ മണിക്കച്ചയഴിഞ്ഞു വീണു വർണ്ണ പീതാംബരമുലഞ്ഞു വീണു. അടുത്തതായി MG രാധാകൃഷ്ണനാണ്. 1986 ദീംതരയുടെ ദോമം എന്ന സിനിമയിൽ കിളിയേ കിളിയേ കിളിമകളെ തിരുമധുരം നുകരാൻ വാ കിളിയേ കിളിയേ കിളിമകളെ. പിന്നെ അദ്വൈതം. അമ്പലപ്പുഴ ഉണ്ണിക്കണ്ണനോടു നീ എന്തു പരിഭവം മെല്ലയോതി വന്നുവോ. അടുത്തത് അനന്തഭദ്രം. പിണക്കമാണോ എന്നോടിണക്കമാണോ അടുത്തു വന്നാലും പൊന്നെ മടിച്ചു നിൽക്കാതെ. അടുത്തതായി ഇളയരാജ മലയാളത്തിൽ സംഗീത സംവിധാനം ചെയ്ത കുറച്ച് പാട്ടുകൾ. അതായത് 1997 ഒരു യാത്രാമൊഴി. കാക്കാല കണ്ണമ്മ കഡ്പിടിച്ച് പാറമ്മ കണ്ണിവാനം ചൊന്നിത്താരേ കുന്നാല കുഞ്ഞിമ്മേ കൂവക്കോഴിക്കോടുമ്മ സൂര്യകോണിത്താരേ. ഒരു പെപ്പി നമ്പറായിരുന്നു, ഒരു ഗ്രാമീണത ഉള്ള ഒരു പാട്ടായിരുന്നു. പിന്നെ 2020 ഇളയരാജ ചെയ്ത കൊച്ചു കൊച്ചു സന്തോഷങ്ങൾ. പാലപ്പൂമഴ മുറ്റത്ത് ലാലാലാലാലാലാ താരാര താരത്താരാര.
പിന്നെ ഇളയരാജ ചെയ്തത് 2005 എന്തു പറഞ്ഞാലും നീ എൻ്റേതല്ലേ വാവേ, നിന്നു പിണങ്ങാതെ ഒന്നുകൂടെ പോരു പൂവേ. അതും ഇളയരാജ ചെയ്ത പാട്ടുകളിൽ വളരെ പ്രസിദ്ധമായ പാട്ടുകളിൽ ഒന്നാണ് എന്തു പറഞ്ഞാലും. അടുത്തത് ജോൺസൺ മാസ്റ്ററാണ്. ജോൺസൺ മാസ്റ്റർ 1988 പൊന്മുട്ടയിടുന്ന താറാവിൽ കുന്നിമണിച്ചെപ്പു തുറന്നെണ്ണി നോക്കും നേരം പിന്നിൽ വന്നു കണ്ണു പൊത്തും തോഴനെങ്ങു പോയി. 1989 വരവേൽപ്പ് വെള്ളാരപ്പൂമലമേലെ പൊൻകിണ്ണം നീട്ടി നീട്ടി. 1992 ഊഞ്ഞാലുറങ്ങി ഹിന്ദോളരാഗം മയങ്ങി നോവുന്ന തെന്നലിൻ നെഞ്ചിലേ ആദി താളമെങ്ങോ. പിന്നെ 1996 ഈ പുഴയും കടന്നു ദേവകന്യക സൂര്യ തമ്പുരുമീട്ടുന്നു സ്നേഹകോകിലം ഗായത്രി മന്ത്രം ചൊല്ലുന്നു. ഈ പാട്ടുകളൊക്കെ ആ കാലത്ത് 92, 90s, 88 to 96 ഈ പാട്ടുകൾ ഒക്കെ തന്നെ ഹിറ്റായിരുന്നു. അടുത്തത് രവീന്ദ്ര മാഷ് സംഗീത സംവിധാനം ചെയ്ത സിനിമയിലെ പാട്ടുകളാണ്. ശങ്കരാഭരണത്തിൽ രഘുവംശപദേ പരിപാലയമാം. ഭരതം 1991 രവീന്ദ്ര മാഷ് ചെയ്ത പാട്ടാണ്. ചമ്പക്കുളം തച്ചനുന്നം പിടിപ്പിച്ച പൊന്നാഞ്ഞിലിത്തോണിയോ 1992 ചമ്പക്കുളം തച്ചൻ. പിന്നെ MS വിശ്വനാഥൻ ചെയ്ത ഒരു ഹിറ്റ് പാട്ടാണ് 1977 തൃപ്രയാറപ്പ ശ്രീരാമ ഭവതൃപാദ പത്മത്തിലൻ പ്രണാമം. അത് വാണി ജയറാം പാടിയ പാട്ടാണ്. മങ്കബു ഗോപാലകൃഷ്ണനാണ് എഴുതിയിട്ടുള്ളത്. ഹിറ്റ് പാട്ടായിരുന്നു അത്. അടുത്തത് MB ശ്രീനിവാസനാണ്. MB ശ്രീനിവാസൻ 1987 സ്വാതി തിരുനാൾ എന്ന് പറഞ്ഞ സിനിമയിൽ പന്നകേന്ദ്ര ശയന, അതൊരു പരമ്പരാഗതമായിട്ടുള്ള കർണാടക സംഗീതമാണ്. ശ്രീ പത്മനാഭനുതരാമ പന്നകേന്ദ്ര ശയന ശ്രീ പത്മനാഭനുതരാമ സന്നമാനസമാമവസാരസായക ലോചന. അപ്പോൾ ഈ പന്നകേന്ദ്രശയന രാഗമാലികയാണ്. അതിലൊരു ഭാഗം മാത്രമേ ശങ്കരാഭരണമുള്ളൂ. അത് നിങ്ങൾ തെറ്റിദ്ധരിക്കരുത്, അതുകൊണ്ട് പറഞ്ഞതാണ്. അടുത്തത് ജെറി അമൽദേവ് 1985 ആയിരം കണ്ണുമായി കാത്തിരുന്നു നിന്നെ ഞാൻ, എന്നിൽ നിന്നും പറന്നകന്നൊരു പൈങ്കിളി മലർത്തേൻ കിളി. ഇപ്പോൾ എൻ്റെ മനസ്സിൽ വരുന്ന ഒരു ഭക്തിഗാനമുണ്ട്. അതായത് നമ്മുടെ TS രാധാകൃഷ്ണ ജി സംഗീത സംവിധാനം ചെയ്ത് ദാസേട്ടൻ പാടിയ PC അരവിന്ദൻ എഴുതിയ ഒരു പാട്ട്. തിരുവൈക്കത്തപ്പനെ തൃക്കൺ പാർക്കുവാൻ ഒരു തങ്കത്താലത്തിൽ പൂക്കളുമായി വ്യാഘ്രപാലത്തരതന്നിൽ എഴുന്നള്ളി വൃശ്ചിക മാസത്തിൽ പുണ്യാഷ്ടമി വൃശ്ചിക മാസത്തിൽ ധന്യാഷ്ടമി. വളരെ എനിക്കിഷ്ടപ്പെട്ട പാട്ടാണിത്. പിന്നെ ശങ്കരാഭരണം ബിലാവൽ എല്ലാത്തിൻ്റെയും പ്രതിരൂപമായി ഒരു പാട്ടുണ്ട്.
जनगणमन अधिनायक जय हे भारत भाग्य विधाता पंजाब सिंध गुजरात मराठा द्राविड कलवंगा. Thank you.